ഇന്ന് ഒരു വെറൈറ്റി വീഡിയോസാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ 10 കറികൾ കഴിക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഇത് എന്തിനാണ് കഴിക്കുന്നത് വെച്ചാൽ കർക്കിടക മാസത്തെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യ സംരക്ഷണം ഉറപ്പിക്കാനുമാണ് ഔഷധക്കഞ്ഞിയും കർക്കിടകക്കഞ്ഞി 10 കറി പ്രധാനമായും കഴിക്കുന്നത്. ആയുർവേദ പ്രകാരം കനത്ത മഴ പെയ്യുന്ന കർക്കിടക മാസത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ ദഹനശക്തിയും പൊതുവായ രോഗപ്രതിരോധ ശേഷിയും വളരെ കുറവായിരിക്കും. അന്തരീക്ഷ വ്യതിയാനങ്ങൾ കാരണം വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുകയും പകർച്ചവ്യാധികൾ വരാൻ സാധ്യത കൂടുകയും ചെയ്യുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പരമ്പരാഗതമായി കർക്കിടകക്കഞ്ഞിയും 10 തോരനൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ന് ആ ഒരു 10 തോരനെ പറ്റി ഞാനിന്ന് പറയാൻ പോകുന്നത്. പ്രധാന ഔഷധ ഗുണങ്ങളിൽ ഒന്നാണ് ഈ കോവലില. ഇത് പ്രകൃതിദത്തമായ ഇൻസുലിൻ പോലെ പ്രവർത്തിക്കുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും. അതുകൊണ്ട് പ്രമേഹ രോഗികൾ ഇത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ വിറ്റാമിൻസുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിൽ നിറയെ അടങ്ങിയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ ശരീരത്തിൽ അസഹ്യമായ ചൊറിച്ചിലും തടിപ്പും ഉണ്ടാക്കുന്ന ഒരു തരം കാട്ടുചെടിയാണ് ഈ ചൊറിയണം ഇല. ആയുർവേദത്തിൽ ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഈ സസ്യം 10 ഇലകളിൽ ഒന്നാണ്. ഈ ഇലകളിലും തണ്ടുകളിൽ സൂക്ഷ്മമായ മുള്ളുകൾ പോലെയുള്ള രോമങ്ങളുണ്ട്. ഇതിൽ ഫോർമിക് ആസിഡ് പോലുള്ള രാസവസ്തുക്കൾ ഉള്ളതുകൊണ്ട് ചർമ്മത്തിൽ പ്രവേശിച്ച് ചൊറിച്ചിലുണ്ടാക്കുന്നു. മൂന്നാമതായി ഞാൻ ഇത് പയറില. ഇതിൽ നിറയെ പ്രോട്ടീനും വിറ്റാമിനുകളും ധാരാളം അടങ്ങിയുന്ന ഈ ഇലകൾ കേരളത്തിൽ പയറില തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. നല്ല സൂപ്പർ ടേസ്റ്റാണിത്. അത് തോരൻ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അതൊന്ന് തിളപ്പിച്ച് എടുത്ത് ആ വെള്ളം ഒഴിവാക്കിയിട്ട് വേണം ഉപ്പേരി ഉണ്ടാക്കാൻ. നാലാമതായി ചേനയുടെ ഇല. ഇത് മെഴുക്ക് പുരട്ടി തോരനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ചേനയുടെ ഇളം ഇലകളും തണ്ടും ചെറുതായി അരിഞ്ഞ് തേങ്ങ ചിരകിയത്, പച്ചമുളക്, ചെറിയ ഉള്ളി, കടുക്, വെളിച്ചെണ്ണ, ഉപ്പൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണത്. അടുത്തത് ചീരയാണ്. ചീര ഇഷ്ടമില്ലാത്തവരും ആരും ഉണ്ടാവില്ലല്ലോ. നിറയെ വിധത്തിൽ ചീരകളുണ്ട്. ചീര കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളും നിരവധിയാണ്. പോഷക ഗുണങ്ങൾ നിറയെ ഉണ്ട് ഇതിൽ. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അകറ്റാനും മലബന്ധ അസിഡിറ്റി പോലുള്ളവർക്കും നല്ലതാണ്. ജീവകം എ, ജീവകം സി, ജീവകം കെ, ഇരുമ്പ് എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്നു. അടുത്തത് മത്തനില. വിറ്റാമിൻ എ, സി, കാൽസ്യം, ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമാണ് ഈ ഇല. ഇത് തോരൻ വെച്ച് കഴിക്കാം, താളിക്കാം. ചെറുതായി അരിഞ്ഞ മത്തയില, തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞപ്പൊടി, ഉപ്പ് എന്നിവയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയിൽ വഴറ്റി കഴിച്ചാൽ ഇന്ന് ഭയങ്കര ടേസ്റ്റായി. പറമ്പുകളിലും വഴിയോരങ്ങളിലും മഴക്കാലത്ത് സാധാരണയായി വളരുന്ന ഔഷധ സസ്യമാണ് തകര. ഇതിൻ്റെ ഇലകൾ ആഹാരമായും ആയുർവേദ മരുന്നുകളായും ഉപയോഗിക്കുന്നു. ഈ ഇലകൾ രക്തശുദ്ധിക്ക്, ചർമ്മരോഗങ്ങൾക്കും ഉദര പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ഒരു ഔഷധം ഗുണമുള്ള ഒരു ചെടിയാണ് ഈ തഴുതാമ. ഇത് ശരീരത്തിലെ നീരും വിഷാംശങ്ങളും മാറ്റാനും മൂത്ര സംബന്ധമായ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്നു. രക്തക്കുറവ് ഉള്ളവർ ഇത് ഉപയോഗിച്ചാൽ വിളർച്ച മാറ്റാനും ഇത് സഹായിക്കുന്നു. ഇതിൻ്റെ ഇലയും തണ്ടും വേരുമെല്ലാം ഔഷധയോഗ്യമാണ്. തഴുതാമ ഇല തോരൻ വെച്ചും സൂപ്പാക്കിയും കഴിക്കുന്നത് വളരെ ആരോഗ്യപ്രദമാണ്. അടുത്ത് വരുന്നത് പോഷക സമൃദ്ധവും ആരോഗ്യകരവുമായ കുമ്പളങ്ങയിലാണ്. ഇത് തോരൻ വെക്കാൻ ഒരു നല്ലൊരു നാടൻ വിഭവമാണിത്. വിറ്റാമിനുകളും ധാതുക്കളും നിറയെ അടങ്ങിയിരിക്കുന്ന ഇത് ദഹനത്തിന് ഏറെ നല്ലതാണ്. ശരീരത്തിന് തണുപ്പും കൊടുക്കുന്നത്. കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ഒരു ഔഷധം ഗുണമുള്ള ഒരു ചെടിയാണ് ഈ തഴുതാമ. ഇത് ശരീരത്തിലെ നീരും വിഷാംശങ്ങളും മാറ്റാനും മൂത്ര സംബന്ധമായ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്നു. രക്തക്കുറവ് ഉള്ളവർ ഇത് ഉപയോഗിച്ചാൽ വിളർച്ച മാറ്റാനും ഇത് സഹായിക്കുന്നു. ഇതിൻ്റെ ഇലയും തണ്ടും വേരുമെല്ലാം ഔഷധയോഗ്യമാണ്. തഴുതാമ ഇല തോരൻ വെച്ചും സൂപ്പാക്കിയും കഴിക്കുന്നത് വളരെ ആരോഗ്യപ്രദമാണ്.